കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് UDFന് 100-ലധികം സീറ്റുകളിൽ വിജയിക്കാനുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾ തീർച്ചയായിട്ടും അത് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അണികൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. പുതിയ ഒരുപാട് ആളുകൾ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ അർഹതയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ പാർട്ടി പരിഗണിക്കുന്നുമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഒരുപാട് പുതിയ ആളുകൾ സ്ഥാനാർത്ഥികളായി ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളും ചെറുപ്പക്കാരും വരും എന്ന് തന്നെയാണ്. MP-മാർ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് നിരന്തരമായ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ദൗത്യം ഇവിടെ ഒരു വലിയ ഉത്തരവാദിത്തം ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ, ഈ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നിരന്തരം ആ പ്രവർത്തനങ്ങൾ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും നടത്തി വരുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, MP-മാർ മത്സരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരട്ടെ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ പ്രധാനമന്ത്രിയായിട്ട് എന്തായിരിക്കും കുശലം? അല്ല, പ്രധാനമന്ത്രിയായിട്ട് കുശലമൊന്നുമല്ല. സംസ്ഥാന അഖില കേരള ധീവരസഭയുടെ പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും എന്നോട് ചോദിച്ചു, പാർലമെൻറ്റിൽ പോകുന്നില്ല എന്നൊരു കുശലം ചോദിച്ചു. അതിന് തിരിച്ച് ഞാൻ സസ്പെൻഷനിലാണ്, അങ്ങയുടെ സർക്കാർ എന്നെ തിരിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതൊരു ഒരു ഹാസ്യാത്മകമായ രൂപത്തിൽ അദ്ദേഹവും ഏറ്റെടുത്തു എന്നാണ് എനിക്ക് തോന്നിയത്.